നമ്മുടെ ബ്രാൻഡഡ് ഷർട്ടുകൾ അടിച്ചു മാറ്റി കഫം പുടവയിൽ നമ്മളെ പൊതിയുന്ന ചീറിപ്പായുന്ന ബൈക്കുകളിൽ നിന്ന് നമ്മെ മയ്യത്തുകെട്ടിലേക്ക് എടുത്തു വെക്കുന്ന നമ്മുടെ ബിസിനസ് സാമ്രാജ്യങ്ങളിലെ വലിയ വലിയ MD കസേരകളിൽ പുതിയ ആളുകൾ കയറിയിരിക്കുന്ന അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ഭാര്യമാരുടെ കഴുത്തിലേക്ക് മറ്റൊരാൾ താലി ചാർത്തുന്ന, നമ്മുടെ മക്കളൊക്കെ മറ്റൊരാളുടെ കീഴിൽ ജീവിക്കുന്ന, എല്ലാ നിലക്കും നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മൾ അന്യനായി ഏകാന്തനായി ഒരു യാത്ര പോകുന്ന ഒരു ദിവസത്തെ ഒരുങ്ങാൻ നമുക്ക് കഴിയണം, ഓർക്കാൻ നമുക്ക് കഴിയണം. ഒരുങ്ങിയാലും ഓർത്താലും കിട്ടുന്ന ഫലം എന്തറിയോ? മരണത്തിന്റെ മാലാഖമാർ നമ്മളെ തേടിയെത്തുമ്പോ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരുങ്ങി അവരാകാശത്തു നിന്ന് തുരുതുരെ ഇറങ്ങി വരുമ്പോ ഒരു ഭയവുമില്ലാതെ ഒരു ഭയപ്പാടുമില്ലാതെ സന്തോഷത്തോടെ ആ മലക്കുകൾക്ക് ആത്മാവിനെ വിട്ടുകൊടുക്കുവാനുള്ള ഒരു ധൈര്യം മേലായ റബ്ബ് നമുക്ക് തരും. ഒരുങ്ങിയില്ലെങ്കിൽ നാം മരിക്കാൻ ഭയപ്പെടും. ആത്മാവിനെ ഒളിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കും. നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ അടിച്ചിറക്കി മലക്കുകൾ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥയെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏത് വേണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. ഒരുങ്ങിയവരോട്, മരണത്തെ ഓർത്തവരോട്, മരണാനന്തര ജീവിതത്തിന് തയ്യാറായവരോട് അതെ അല്ലാഹുവിന്റെ മാലാഖമാരുടെ വർത്തമാനമാണ്. നീ എന്തിനു പേടിക്കണം? നീ എന്തിനു ഭയപ്പെടണം? നീ എന്തിനു ദുഃഖിക്കണം? നിനക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ ഉത്തമമായത് വരും ലോകത്ത്, ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്ന ലോകത്ത് നിങ്ങൾക്കുണ്ട് എന്ന് മലക്കുകൾ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോകുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മൾ പെടേണ്ടത്. അവരാണ് യഥാർത്ഥ വിശ്വാസി. ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത് ഇന്നല്ലദീന ഖാലു ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. എത്ര മനോഹരമാണ് വിശുദ്ധ ഖുർആനിന്റെ ആ അവതരണം. ഏറ്റവും സുന്ദരമായ ഒരു മരണത്തിന്റെ ചിത്രമാണ് ഖുർആൻ നമുക്കവിടെ പഠിപ്പിച്ചു തന്നത്. എന്നാൽ ചില ആളുകൾ മരണത്തിന്റെ മാലാഖമാരെ കാണുമ്പോ അതെ അവനറിയാം ഇതൊരു വേർപാടിന്റെ സമയമാണ് എന്ന്, ദുനിയാവിനോട് ഞാൻ വിട പറയുകയായി എന്ന്, പരലോകത്തേക്ക് ഞാൻ യാത്രയായി എന്ന് അവന് ബോധ്യപ്പെടുന്ന ഒരു സമയമുണ്ട്. അവനറിയാം ആകാശത്ത് നിന്ന് മലക്കുൽ മൗത്ത് അവന്റെ തലഭാഗത്തേക്ക് ഇറങ്ങി വരുന്ന, അവന്റെ കണ്ണിന്റെ ഇപ്പോഴുള്ള ദൃഷ്ടി അതിന്റെ കാഴ്ചക്ക് മൂർച്ച കൂടുന്ന ഒരു സമയമുണ്ട്. കാണാത്ത പലതും